നമസ്കാരം. യുക്യു വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സംയുക്ത മോട്ടോർ തൊഴിലാളി യൂണിയൻ ഇൻഷുറൻസ് ഓഫീസ് മാർച്ച് നടത്തി. അങ്ങാടിപ്പുറം മേൽപ്പാലം സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുഴുവൻ തുകയ്ക്കും ധനകാര്യ വകുപ്പ് അനുമതി നൽകി. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിൽ ബുധനാഴ്ച 7ാം പൂരം. ഞാൻ സീമ രവീന്ദ്രൻ. വാർത്തകൾ വിശദമായി. വർദ്ധിപ്പിച്ച ഇൻഷുറൻസ് തുക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പെട്രോൾ ഡീസൽ ഏർപ്പെടുത്തിയതിലും പ്രതിഷേധിച്ച് സംയുക്ത മോട്ടോർ തൊഴിലാളി യൂണിയൻ പെരിന്തൽമണ്ണ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഭീമമായ ഇൻഷുറൻസ് തുക പിൻവലിക്കുക, പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ സെസ് പിൻവലിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചത് ധനകാര്യ വകുപ്പ് അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മോട്ടോർ വാഹന തൊഴിലാളി യൂണിയൻ സംയുക്താഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് CH ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ആലിക്കൽ ശിഹാബ് അധ്യക്ഷത വഹിച്ചു. KT സയ്യിദ്, സുകേശൻ, പൂത്തക്കാടൻ ഹംസ എന്നിവർ പ്രസംഗിച്ചു. P രമേശൻ, അറുമുഖൻ, മംഗലം മുഹമ്മദ് അലി, കോയാപ്പി മങ്കട, മുഹമ്മദ് അലി, അബ്ദുള്ള, ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം പണിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുഴുവൻ തുകയായ 2.91 കോടി രൂപയ്ക്ക് ധനകാര്യ വകുപ്പ് അനുമതി നൽകിയതായി മന്ത്രി മഞ്ഞളാംകുഴി അലി അറിയിച്ചു. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം പണിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുഴുവൻ തുകക്കും ധനകാര്യ വകുപ്പ് അനുമതി നൽകിയതായി സ്ഥലം MLA കൂടിയായ മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് 2.91 കോടി രൂപയുടെ അനുമതി ലഭിച്ചത്. 2.73 കോടി രൂപയായിരുന്നു നേരത്തെ കളക്ടർ സ്ഥലമേറ്റെടുപ്പിന് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ മുഴുവൻ ഭൂമിക്കും സംസ്ഥാന വില നിർണ്ണയ സമിതിയുടെ നിരക്കിൽ നഷ്ടപരിഹാരം നൽകാൻ 2.91 കോടി രൂപ വേണമെന്ന് കളക്ടർ പിന്നീട് അറിയിച്ചിരുന്നു. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടവും പൊതുമരാമത്ത് വകുപ്പും അടിയന്തരമായി കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. 41 സെന്റ് ഭൂമിയാണ് മേൽപ്പാലത്തിനായി ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ 11 ഭൂവുടമകളാണ് നിലവിൽ സ്ഥലം വിട്ടുനൽകാൻ സമ്മതമറിയിച്ചത്. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിൽ ബുധനാഴ്ച 7ാം പൂരം ആഘോഷിച്ചു. പൂരം നക്ഷത്രത്തിലുള്ള ഭഗവതിയുടെ ഉത്സവ ബലിയാണ് പ്രധാന ചടങ്ങ്. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾ 7ാം ദിവസത്തിലേക്ക് കടന്നു. ഇനിയുള്ള പൂരം നാളുകൾ പൂരപ്രേമികൾക്ക് പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ ചടങ്ങുകൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും വരും നാളുകൾ സസുഷ്ടമാകും. പാറൽ വീട്ടിക്കാട് AMLP സ്കൂളിന്റെ 116ാമത് വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് അലി അക്ബർ നിർവഹിച്ചു. പാറൽ വീട്ടിക്കാട് MLP സ്കൂൾ വാർഷിക പരിപാടികൾ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K. അലി അക്ബർ ഉദ്ഘാടനം ചെയ്തു. പൊതു സ്കൂളുകൾ മാത്രമാണ് മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിൽ മുൻപന്തിയിലെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് കാണുന്നുണ്ട്, ഒരു ബസ് വരുന്നു, അതിനൊരു മുസ്ലിം പേരുണ്ട്. അതിൽ കുറേ മുസ്ലിം കുട്ടികൾ കയറിയിട്ട് മുസ്ലിം സ്കൂളുകളിലേക്ക് പോകുന്നു. അവിടെ ഒരു പ്രത്യേക കൾച്ചറൽ വിദ്യാഭ്യാസം നടക്കുക. പിന്നെ ഒരു ബസ് വരും, അതൊരു ഹിന്ദു ബസ്. അതിനകത്ത് കുറേ കുട്ടികൾ ഹിന്ദു സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ബസ്, അതിനകത്ത് കുറച്ച് ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു കാഴ്ച ഇടയ്ക്കൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മക്കൾ നന്നായി വളരണമെന്ന് ആഗ്രഹിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തേടി പോകും രക്ഷിതാക്കൾ, അത് സ്വാഭാവികം. പക്ഷെ അവിടെ ഇത്തരം ഒരു ചേരിതിരിവുണ്ടാകുമ്പോൾ കേരളം കാത്തു സൂക്ഷിച്ച എല്ലാ നന്മകളും നഷ്ടപ്പെടുന്നിടത്തേക്കും വിദ്യാഭ്യാസം എന്താണോ ഒരു മനുഷ്യരെ ആക്കി തീർക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ അവന് കൊടുക്കാൻ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നത്, അതൊന്നും നേടാൻ അവന് കഴിയാതെ പോവുകയും ചെയ്യും. വാർഡ് മെമ്പർ PK ഹംസ അധ്യക്ഷത വഹിച്ചു. വാർഷിക പതിപ്പായ ഉണർവ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹാജറുമ്മ പ്രകാശനം നിർവഹിച്ചു. വാർഡ് മെമ്പർ PK സാജിദ സ്കോളർഷിപ്പ് വിതരണം നടത്തി. HM M സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. KK യൂസഫ്, VK ഹംസ, M രാമചന്ദ്രൻ, ഉണ്ണിക്കണ്ട, ഹുസൈൻ പാറൽ എന്നിവർ പ്രസംഗിച്ചു. റൺവേ അറ്റകുറ്റപ്പണികൾക്കായി കോഴിക്കോട് വിമാനത്താവളം അടച്ചിടുന്നത് സെപ്റ്റംബറിലേക്ക് മാറ്റി. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അടച്ചിടുന്നത് സെപ്റ്റംബറിലേക്ക് മാറ്റി. മെയ് മുതൽ റൺവേ 6 മാസത്തേക്ക് ഭാഗികമായി അടച്ചിടാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഹജ്ജ് തീർത്ഥാടനം, വേനലവധി, ഓണം, റംസാൻ എന്നിവ ഒരുമിച്ച് വരുന്ന വേളയിൽ വിമാനത്താവളം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത് ആയിരക്കണക്കിന് മലയാളികളെ ബാധിക്കും. രാജ്യത്തെ വിമാനത്താവളത്തിൽ ഉയർന്ന വരുമാനത്തിന്റെ കാര്യത്തിൽ 4ാം സ്ഥാനമാണ് കോഴിക്കോടിന് ഉള്ളത്. ആഭ്യന്തര സർവീസുകൾ ഉൾപ്പെടെ 162 വിമാനങ്ങൾ കോഴിക്കോട് നിന്നും സർവീസ് നടത്തുന്നു.
ഇവയിൽ 26 സർവീസുകൾ 6 മാസത്തേക്ക് കൊച്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നതിനാലാണ് കൊച്ചിയിലേക്ക് മാറ്റിയത്. പൂരം പ്രത്യേക വാർത്തകളിലേക്ക്. ഡോക്ടർ നാഥ്സ് പൂരം പ്രത്യേക വാർത്തകൾ. ക്ഷേത്രത്തിലെ 7ാം പൂരാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ ബുധനാഴ്ച രാവിലെ കോഴിക്കോട് ദുർഗാ മഹിളാ സമാജം അവതരിപ്പിച്ച തിരുവാതിരക്കളി നടന്നു. 9 മണിക്ക് പന്തിരടി പൂജയും 9:30 കൊട്ടിയിറക്കവും 11 മണിക്ക് കൊട്ടിക്കയറ്റവും 12:30 ഭഗവതിക്ക് ഉത്സവ ബലി എന്നിവയും നടന്നു. വൈകിട്ട് ചാക്യാർ കൂത്ത്, ഓട്ടൻതുള്ളൽ, നാഗസ്വരം, പാഠകം, ഡബിൾ തായമ്പക എന്നിവയും രാത്രി ശിവന്റെ ശ്രീഭൂതബലി, ഡബിൾ കേളി എന്നിവയും കൊട്ടിയിറക്കവും വെടിക്കെട്ടും നടന്നു. 8ാം പൂരമായ വ്യാഴാഴ്ച രാവിലെ 7:30 ക്ഷേത്രാങ്കണത്തിൽ സംഗീത കച്ചേരി, 9 പന്തിരടി പൂജ, 9:30 കൊട്ടിയിറക്കം, 15ാമത്തെ ആറാട്ട്. ശിവന്റെയും ഭഗവതിയുടെയും തിടമ്പ് വെവ്വേറെ ആനപ്പുറത്ത് ആറാട്ടിനായി എഴുന്നള്ളിക്കുന്നു. 11 മണിക്ക് കൊട്ടിക്കയറ്റം. മേളം കഴിഞ്ഞ് ഭഗവതിയുടെ തിടമ്പ് മാതൃശാലയിലേക്ക് എഴുന്നള്ളിക്കുന്നു. ശിവന്റെ തിടമ്പ് ക്ഷേത്രാങ്കണത്തിൽ 21 പ്രദക്ഷിണ ശേഷം കൊടിയിറക്കി ശിവന്റെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്നു. 25 കലശമടി ഉച്ചപൂജയും ഒപ്പം തന്നെ നവകവും ഭഗവതിയുടെ ഉച്ചപൂജയും, തുടർന്ന് ശിവനും ഭഗവതിക്കും ശ്രീഭൂതബലി. 5:30 സംഗീത സന്ധ്യ. രാത്രി 8:30 തായമ്പക, കേളി, കൊമ്പുപറ്റ്. 9:30 കൊട്ടിയിറക്കം. നാളെയാണ് തിരുമാന്താംകുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് വെച്ചാൽ പറയാം. നാളെ 2 ദേവനും ദേവിക്കും ഒപ്പം ആറാട്ട് നടക്കുന്ന ദിവസമാണ്. ശിവന്റെ ഉത്സവത്തിൽ ഒരു ആറാട്ടേ സാധാരണ പതിവുള്ളൂ. ദേവിക്ക് അങ്ങനെയല്ല. ദേവിക്ക് 21 ആറാട്ടിൽ സാധാരണ ഒരു ദിവസം 2 ആറാട്ടുകൾ നടക്കാറുണ്ട്. നാളത്തെ ദിവസത്തിൽ ശിവനും ദേവനും ദേവിയും ഒരുമിച്ച് ആറാട്ടിന് ഇറങ്ങി പോകുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പൂരം പ്രത്യേക വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഡോക്ടർ നാഥ്സ് സ്മൈൽസ് ആൻഡ് ഷൈൻ ഡെന്റൽ ക്ലിനിക്, പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സംയുക്ത മോട്ടോർ തൊഴിലാളി യൂണിയൻ ഇൻഷുറൻസ് ഓഫീസ് മാർച്ച് നടത്തി. അങ്ങാടിപ്പുറം മേൽപ്പാലം സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുഴുവൻ തുകയ്ക്കും ധനകാര്യ വകുപ്പ് അനുമതി നൽകി. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിൽ ബുധനാഴ്ച 7ാം പൂരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.